ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഏറെക്കുറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ. രാവിലെ അപ്പോൾ മുട്ടക്കറിയും പത്തിരിയും ഉണ്ടാക്കണത്. അപ്പോൾ മുട്ടക്കറിക്കുള്ള സവാളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുട്ടക്കറി വെക്കണത് കുക്കറിലാണ് കേട്ടോ. അതാകുമ്പോൾ 10 മിനിറ്റ് പോലും വേണ്ട, വേഗം അങ്ങോട്ട് മുട്ടക്കറിയാവും. സവാള കുക്കറിലിട്ട് അടിക്കുമ്പോൾ തന്നെ ഞാൻ മുട്ടയിടും കേട്ടോ. അതാകുമ്പോൾ വേഗം ഒരുമിച്ചാവുമല്ലോ, അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരകാൻ മടിയുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതിയിട്ട്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും. തേങ്ങ ചിരകണേലും എളുപ്പം ഇങ്ങനെ ചെയ്യണതാണ്. തേങ്ങ കത്തിയോണ്ട് കൊത്തിയെടുത്താൽ മതി നമുക്ക്. പഞ്ചസാര ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ടിന്നിലോട്ട് ഇട്ട് വെക്കണേ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയേക്കാണ്. ഫുഡ് കഴിക്കാൻ മടിയായിട്ട് മഞ്ച് മേടിച്ചരാം, മിഠായി മേടിച്ചരാന്നൊക്കെ പറഞ്ഞ് ഇരുത്തി ഫുഡ് കഴിപ്പിക്കുകയാണ്. കഫ്കെട്ടുകാരുണ്ട്, കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അവന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അരി അടപ്പത്ത് ഇടേണ്ട കേട്ടോ. ഇവിടെ ഇടയ്ക്ക് റൈസ് കുക്കറിലാണ് വെക്കാറ്, അല്ലെങ്കിൽ അടുപ്പത്തിട്ടാണ് വെക്കാറ്. പിണ്ടിക്കും പരിപ്പിനുള്ള ഉള്ളി നന്നാക്കി വെക്കേണ്ട. അപ്പം ഉള്ളി നന്നാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പരിപ്പ് അടുപ്പത്തിടാന്ന് വിചാരിച്ച് അങ്ങനെ പരിപ്പ് ഞാൻ അടുപ്പത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ പിണ്ടി കഴുകാൻ നിന്നിട്ട് അങ്ങനെ പരിപ്പ് വെന്തതിന് ശേഷം പിണ്ടി ഇട്ട് കുക്കറിലിട്ട് അടിച്ചെടുക്കുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഈ കടലക്കറി ബാക്കിയാവണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കടല നല്ലോണം കഴുകിയെടുത്തിട്ട് സവോള, മുളക് പൊടി, ഉപ്പും പൊടിയും സൊറുക്കി ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനപ്പോൾ ഇവിടെ അങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിണ്ടിയും പരിപ്പും കൂടെ കറി വെക്കാനായിട്ടും ചെയ്യാൻ കേട്ടോ. ഞാനിവിടെ ഉള്ളിയും മുളക് ഇട്ടിട്ടാണ് പിണ്ടിയും പരിപ്പും വെക്കാറ്. ഇന്ന് കുറച്ച് നേരം വൈകി പോയിട്ടാണ് ബെഡ്ഷീറ്റൊക്കെ ഇടാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇടണം. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ വേഗം വന്ന് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് റൂം ക്ലീൻ ആക്കണമെന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ അലക്കിയതിടാനായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലക്കിയതൊക്കെ ഇട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.